everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്, പാവക്ക പച്ചടി. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള 2 പാവയ്ക്കാണ് എടുത്തേക്കണത്. ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കീറി എടുത്തേക്കാണ്. ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ. എണ്ണ ചൂടാവുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചേക്കണ പാവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ ചെറിയുള്ളി, പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ കുറേശ്ശെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഇളം ബ്രൗൺ ആവണ വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിവിടെ നിന്ന് നല്ലോണം ആകട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, എരിവിനനുസരിച്ച് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി എടുക്കുക, 1 ടീസ്പൂൺ കടുക്, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇനി ഒരു 1 കപ്പ് തൈരും കൂടി ആവശ്യമുണ്ട്. നല്ല കട്ട തൈരാണ്, അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് കടുക് ചേർക്കണ്ട, ബാക്കി എല്ലാം ഒന്ന് അരച്ചെടുത്ത ശേഷം കടുക് കൂടി ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതി. അല്പം തൈരും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാവയ്ക്ക ഏകദേശം ആ ബ്രൗൺ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈരും കൂടി ചേർത്ത് അരച്ചതാണ്. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. എല്ലാം നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഈ തേങ്ങയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം എല്ലാം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. കുറുകിയിരിക്കണ കൊണ്ട് കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് താളിച്ചും കൂടി കൊടുക്കണം.
അല്പം ഉലുവ, കടുക്, വറ്റൽമുളക്, ചെറിയുള്ളി, വേപ്പില എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് താളിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.